ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ വരാൻ പോകില്ലേ, നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കിയാലോ. എൻ്റെ കയ്യിലിതാ വടുകപ്പുളി നാരങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇത് വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. അതും വെള്ള കളറുള്ള വടുകപ്പുളി അച്ചാർ. ഇവിടെ പൊതുവേ ഈ വടുകപ്പുളിയുടെ വെള്ള കളർ അച്ചാറിനോടാണ് കേട്ടോ കൂടുതൽ എല്ലാവർക്കും താല്പര്യം. ഇത് തന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട്. അതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഇതായതുകൊണ്ട് ഇന്ന് ഞാൻ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വെള്ള കളർ അച്ചാറാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ പരിപാടികൾ എളുപ്പമായി കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാനിതിൻ്റെ റെസിപ്പി ആയിട്ട് പോലെ ഇതെങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനിവിടെ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളയാൻ നിർബന്ധമൊന്നുമില്ല, തൊലിയോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഏതായാലും തൊലി കളയാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ നാരങ്ങ ചെറിയൊരു കയ്പ്പുണ്ടായിരിക്കും, ചില നാരങ്ങയ്ക്ക് നല്ല കയ്പ്പുണ്ടായിരിക്കും. അപ്പോൾ ആ ചെറിയൊരു കയ്പ്പുള്ളത്തേക്ക് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റാണ്. തൊലി കൂടി ഇടുമ്പോൾ കുറച്ചുകൂടെ കയ്പ്പ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും തൊലി കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വടുകപ്പുളി തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നടുമുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കുരുക്കളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കുരുക്കളൊക്കെ നമുക്ക് അപ്പോൾ തന്നെ കളയാം. ബാക്കിയുള്ള കുരുക്കൾ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാ വടുകപ്പുളി നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ നടുമുറിച്ച് ഇതാ ഇതുപോലെ ഭയങ്കര നൈസായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 പീസിൻ്റെയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് അതിലത്തെ കുരുക്കളെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ആ നാരങ്ങ മൊത്തം നമ്മൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അതാണ് നമ്മുടെ അച്ചാറിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല കനം കുറച്ചിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങോട്ട് അരിഞ്ഞു വയ്ക്കാം. ഇപ്പം ഞാനിത് ചെയ്ത് വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഓണമൊക്കെ ആവാറായി. അപ്പോൾ നമുക്ക് എന്തായാലും അച്ചാറിൻ്റെ ആവശ്യമുണ്ടല്ലോ. പിന്നെ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അച്ചാറില്ലാതെ പറ്റില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു ടൈപ്പ് അച്ചാർ ഇവിടെ എപ്പോഴും വേണം. അപ്പോൾ ഇപ്പോഴേ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഉപ്പൊക്കെ പിടിച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഓണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഞാനിത് മൊത്തം ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ ഞാൻ വടുകപ്പുളിയുടെ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ അരിഞ്ഞും സെറ്റാക്കി വെച്ചപ്പോഴേക്കും അമ്മ നമ്മുടെ പറമ്പിൽ നിന്ന് പോയിട്ട് പച്ചമുളക് പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചമുളകാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. പിന്നെ വെള്ള കളർ വടുകപ്പുളി അച്ചാറാകുമ്പോൾ പച്ചമുളകാണല്ലോ അതിൽ പ്രധാനമായിട്ടും വേണ്ടത്. അപ്പം ഇനി ഈ പച്ചമുളകൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ വടുകപ്പുളി അരിഞ്ഞു, പച്ചമുളകും അരിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല, നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്തായാലും ഈ അച്ചാർ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു 2-3 ദിവസം, ഒരു 5 ദിവസമൊക്കെ വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് ഉപ്പ് പിടിച്ച് സെറ്റായിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലിട്ട് കൊടുക്കാം. ഇനി ഇപ്പോൾ അടുത്തൊന്നും ഉപയോഗിക്കാനുള്ളതല്ല, നമുക്ക് കുറച്ച് നാളും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പച്ചമുളകും നമുക്ക് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ കുപ്പിയിലൊന്നിട്ട് അടച്ച് വയ്ക്കുന്നില്ല, ഇത് ജസ്റ്റ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതൊരു കുപ്പിയിലിട്ടിട്ട് നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വയ്ക്കണം. നമ്മളപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ടുള്ള വടുകപ്പുളി അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഓണസദ്യക്ക് തയ്യാറാക്കുന്ന പല വിഭവങ്ങളുടെയും റെസിപ്പി ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.